വേറൊരു കഥ പറയാം. കഥയുടെ പേര് പോയത്ത. ആമിനയ്ക്കും അബ്ദുവിനും കുട്ടികളില്ലായിരുന്നു. കുട്ടികളില്ലാത്ത വിഷമം മാറ്റാൻ അവർ ഒരാടിനെ വാങ്ങി. ആടിനവർ ലാദ് എന്ന് പേരിട്ടു. ലാദാ ലാദാ നീട്ടി വിളിക്കുമ്പോൾ ലാദനാട് ഓടി വരും. ദിവസവും ആമിന ലാദനാടിനൊടുക്കാൻ പ്ലാവില പറിക്കാൻ പോകും. ഒരു ദിവസം ആമിന പള്ളിയുടെ അടുത്തുനിന്ന് പ്ലാവില പറിക്കുകയായിരുന്നു. അപ്പോഴാ ആ ശബ്ദം കേട്ടത്. അത് മൊയ്ലിയാരുടെ ശബ്ദമായിരുന്നു. ആമിന ശ്രദ്ധിച്ചു കേട്ടു. നിന്നെ കടുമ്പല്ല കൈതേനെ നമ്മൾ മനസ്സിലാക്കി എന്നിട്ടത്. ഇത് കേട്ട ആമിനയ്ക്ക് വലിയ സന്തോഷമായി. ആമിന പ്ലാവിലയും എടുത്ത് വീട്ടിലേക്ക് ഓടി. എന്നിട്ട് അബ്ദുവിനോട് പറഞ്ഞു, ഇങ്ങക്കൊന്ന് കേൾക്കണമെന്ന് ഇവിടെ മൊയ്ലിയാർക്കില്ലേ കൈതേനെ മനസ്സിലാക്കുന്ന വിദ്യ അറിയാന്ന്. വെക്കുമ്പോഴ ലാദനാടിനെ മനസ്സിലാക്കാം. കൈതേനെ മനസ്സിലാക്കാനോ? എന്തല്ല ആമിനെ പറയുന്നേ? എന്താ ചാച്ചേ? ആമിന വേഗം തന്നെ ആടിനെയും കൂട്ടി പള്ളിയിലെത്തി. മൊയ്ലിയാറേ മൊയ്ലിയാറേ. എന്താ ആമിന ആടിനെ കൊണ്ട്? മൊയ്ലിയാറേ, നിങ്ങൾക്ക് കൈതേനെ മനസ്സിലാക്കുന്ന വിദ്യ അറിയാല്ലേ? ഒന്നെൻ്റെ ലാദനാടിനെ മനസ്സിലാക്കി തരുമോ? ഇത് കേട്ട് മൊയ്ലിയാർക്ക് ചിരി വന്നു. മൊയ്ലിയാർ ആമിനയോട് പറഞ്ഞു, ആ അതിന് കുറച്ച് മരുന്നും മന്ത്രമൊക്കെ ഉണ്ട്. ആടിവിടെ നിൽക്കട്ടെ, ഇങ്ങൊരാഴ്ച കഴിഞ്ഞ് വാ. ആമിന ഒരാഴ്ച കഴിയാൻ കാത്തിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ രാവിലെ തന്നെ ആമിന പള്ളിയിലെത്തി. മൊയ്ലിയാറേ മൊയ്ലിയാറേ, എടുത്തു എൻ്റെ ലാദം മോൻ, ഓനെ കാണാൻ എനിക്ക് കൊതിയാന്ന്. ആ ഓനിപ്പോൾ ഇവിടെ അല്ല. നിനക്ക് ഓനെ കാണണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം. ഒരു പാട്ട് ചെയ്യാ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആമിന പോലീസ് സ്റ്റേഷനിലെത്തി. അതാ അവിടെ ഒരു ഉണ്ട കണ്ണും കൊമ്പൻ മീശയും പിരിച്ച് ഒരു പോലീസുകാരൻ ഇരിക്കുന്നു. മോനെ ലാദാ, നിനക്ക് ഉമ്മാനെ മനസ്സിലായോ? വാ നമുക്ക് വീട്ടിൽ പോവാം. ഇത് കേട്ട് പോലീസുകാരന് ദേഷ്യം വന്നു. ഡോ 316, ആരാണ് പ്രാന്തി ഇങ്ങോട്ട് കടത്തിവിട്ടെ? പിടിച്ചു പുറത്താണോ? ആമിന സങ്കടത്തോടെ പറഞ്ഞു, നീ വലിയ പോലീസായപ്പോ ഉമ്മാനെ വേണ്ടല്ലേ, ഞാൻ പോവുക. ആമിന മൊയ്ലിയാരെടുത്തെത്തി. മൊയ്ലിയാറേ മൊയ്ലിയാറേ, ലാദനാടിനെ മനസ്സിലാക്കണ്ടായിരുന്നു. മനസ്സിലായപ്പോല്ലേ ഉമ്മാനെ വേണ്ട, ലാദനാടിനെ തിരിച്ചു താ മൊയ്ലിയാറേ. മൊയ്ലിയാർ ലാദനാടൻ അഴിച്ചുവിട്ട് ആമിനയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി പോറ്റം കൊണ്ട് വാ. ആമിന സന്തോഷത്തോടെ ആടിനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. നന്ദി, നമസ്കാരം.